ദിവ്യകാരുണ്യ മിഷനറി സന്യാസ സമൂഹത്തിലെ എമ്മാവൂസ് പ്രവിശ്യാംഗമായ റവറൻ ഫാദർ സുരേഷ് പട്ടേട്ട് നിര്യാതനായി. രോഗത്തെ തുടർന്ന് ഗോഹട്ടിയിലെ നെംകെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഓഗസ്റ്റ് 6-ന് മരണം സംഭവിച്ചു. അരുണാചൽ പ്രദേശിൽ മിഷനറിയായി സേവനം ചെയ്തു വരികയായിരുന്നു ഫാദർ സുരേഷ്. മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോട്ടയം കടുവാക്കുളത്തുള്ള MCBS എമ്മാവൂസ് പ്രൊവിൻഷ്യൽ ഹൗസിലെത്തിക്കും. തുടർന്ന് പൊതുദർശനത്തിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. മൃതസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച 1 മണിക്ക് ആരംഭിക്കും. സുരേഷ് അച്ഛൻ്റെ വിയോഗത്തിൽ MCBS അരുണാചൽ മിഷൻ സുപ്പീരിയറായ ഫാദർ സാജൻ വാഴേപ്പറമ്പിലിൻ്റെയും സ്നേഹിതനായ ഫാദർ ബിനു കുളങ്ങരയുടെയും വാക്കുകൾ. നമുക്ക് ആർക്കും അറിയാത്ത രീതിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ആരും കാണാത്ത സമയത്തായിരുന്നു അച്ഛൻ്റെ പ്രാർത്ഥന. ഞാൻ പലവട്ടം ഞാനൊന്നും രാത്രിയിൽ എഴുന്നേൽക്കുന്ന ആളല്ല, പക്ഷെ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും അത്യാവശ്യ സമയത്തോ അല്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ 11 മണിക്ക് രാത്രി 12 മണിക്കൊക്കെ പള്ളിയിലൊരു തിരിയും കത്തിച്ച് വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്ന കാണാമായിരുന്നു. പിന്നെ ചിലപ്പം വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിനെയും ചിലപ്പോൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛനൊരു വലിയൊരു കലാകാരനാണ്, പെയിന്ററാണ്. നമ്മുടെ അരുണാചലിൽ തന്നെ പല പള്ളികളിലും അച്ഛൻ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപതയുടെ പ്രാർത്ഥനാ പുസ്തകത്തിന്റെ കവർ പേജ് ഒക്കെ ഡിസൈൻ ചെയ്ത അച്ഛനാണ്. മെങ്കോയിലെ ഒരു ഗ്രോട്ടോയുടെ അകത്ത് അച്ഛൻ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യജാളിയിലെ ഒരു ഗ്രാമത്തിലെ പള്ളിയുടെ അൾത്താര മുഴുവനും ഡിസൈൻ ചെയ്ത അച്ഛനാണ്. സുരേഷ് അച്ഛന് ഈ പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഒക്കെ ഒരു ശക്തമായ ഒരു കരുതലുണ്ടായിരുന്നു അച്ഛനും. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 2023 തൊട്ട് 25 വരെ, എന്ന് പറഞ്ഞാൽ 2 വർഷക്കാലം. 2025 ജൂൺ മാസത്തിലാണ് രാഗ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ മെങ്ക്യൂയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് നമ്മുടെ പള്ളിയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടൊരു ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു 10-15 വയസ്സുള്ള. എപ്പം നമ്മുടെ പള്ളിയിൽ വന്നാലും അച്ഛൻ എന്തെങ്കിലും കൊടുത്തു മാത്രം അവനെ തിരികെ വിടുകൊള്ളായിരുന്നു. അവൻ നമ്മുടെ കാത്തലിക്കല്ല, നമ്മുടെ പള്ളി പെട്ടയാളല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വരികയാണെങ്കിൽ കൂട്ടത്തിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ വസ്ത്രം ഇട്ടുകൊണ്ട്, അച്ഛൻ്റെ ജാക്കറ്റും തണുപ്പിന് ഉപയോഗിക്കുന്ന സ്വെറ്ററും ഒക്കെ അച്ഛൻ്റെ തന്നെ എടുത്ത് അവന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവനെ പള്ളിയിൽ കൂട്ടാനും നമ്മുടെ പള്ളിയിലെ കുർബാനയ്ക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അച്ഛൻ അങ്ങേയറ്റം പരിശ്രമിക്കുമായിരുന്നു. പാവപ്പെട്ട ആളുകളോട്, പ്രത്യേകിച്ച് പൈസ ഇല്ലാത്തവരോടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവരുടെയൊക്കെ വീടുകളിൽ പോവുക, അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുക, പറ്റാവുന്ന രീതിയിലൊക്കെ സഹായം എത്തിക്കുക. എപ്പോഴും അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അച്ഛൻ നല്ലൊരു പാചകക്കാരനായിരുന്നു. അപ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ മിഷനിലുണ്ടായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്നതാണല്ലോ നാടൻ വിഭവങ്ങൾ. അച്ഛനെപ്പോഴും ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്കിനും അച്ഛൻ എന്തെങ്കിലും ഒക്കെ നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് നന്നായിട്ടറിയാം. ബിരിയാണി ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും കുമ്പിളപ്പം ഉണ്ടാക്കാനും അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നന്നായിട്ടറിയാം. അപ്പം അച്ഛൻ അതെല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങേയറ്റം പരിശ്രമിക്കായിരുന്നു. അച്ഛന് എല്ലാ സ്ഥലത്തും തന്നെ ഇടവകയിലായിരുന്നു. അപ്പോൾ യൂത്തിനെ ഇൻചാർജും അച്ഛനായിരുന്നു. അപ്പോൾ യൂത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് അച്ഛന് ഒരു അപാരമായ ഒരു കഴിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യൂത്ത് പ്രോഗ്രാം എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അച്ഛൻ തന്നെ അവരെ വിളിച്ചു കൂട്ടും. അച്ഛൻ ഉള്ള സമയത്തെല്ലാം ഒത്തിരി യൂത്ത് പള്ളി വരുമായിരുന്നു. യൂത്തിൻ്റെ പരിപാടികൾ നടത്തുമായിരുന്നു. യൂത്തിന് വേണ്ടിയുള്ള ആനിമേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്കുമായിട്ടെല്ലാം ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. അച്ഛൻ ഇവരുടെ എല്ലാം ജന്മദിനത്തിന്റെ ദിവസത്തിൽ അവരെ വിളിച്ച് വിഷ് ചെയ്യുകയും അവരോടൊരു വ്യക്തിപരമായ കരുതൽ എപ്പോഴും അച്ഛൻ സൂക്ഷിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ ഇടവകയിലായിരുന്നപ്പോഴെല്ലാം അച്ഛൻ ഭവനങ്ങൾ സന്ദർശിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അങ്ങനെ ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു. എല്ലാവരോടും വ്യക്തിപരമായ ഒരു കരുതലുണ്ടായിരുന്നു. അച്ഛൻ കോപിച്ചതായിട്ട് ആരും ചൂടാകുന്നതായിട്ടോ പരാതി പറയുന്നതായിട്ടോ പരിഭവം പറയുന്നതായിട്ടോ ആരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും മറ്റൊരാളുടെ കുറ്റം പറയാനായിട്ട് അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല, പറഞ്ഞു കേട്ടിട്ടുമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ്റെ എപ്പോഴത്തെ സമീപനം. അച്ഛൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഇവിടെ. അപ്പം
2-3 കുട്ടികൾ തീരെ പഠനത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കാരണവശാലും ആളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധ്യമല്ലെന്ന് തോന്നിയപ്പോൾ അച്ഛൻ അവരുടെ വീട്ടിൽ പോയി, കുട്ടികളുടെ വീട്ടിൽ പോയി പേരൻസിനോട് സംസാരിക്കുകയാണ്. ഞാൻ ഈ കൊച്ചിനെ ഒരു വർഷം കൂടി അടുത്ത ഈ ക്ലാസ്സിൽ തന്നെ ഇരുത്തിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലും ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷമാണ് അവരെ വീണ്ടും അതേ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സുരേഷ് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം അത് 5 വർഷം നീണ്ട ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ വർഷം അദ്ദേഹം കൊറോണയുടെ സമയത്ത് കുറുമ്പനാടം പള്ളിയിൽ അവിടെ കൊച്ചച്ഛനായിട്ട് ശ്രേഷ്ഠമായിട്ട് ശുശ്രൂഷ ചെയ്തു. ആ സമയത്തും ആളുകളെല്ലാം ക്വാറന്റൈനിലായിരുന്നെങ്കിലും അദ്ദേഹം കണ്ടുമുട്ടിയ വ്യക്തികളിലെല്ലാം ഈശോയുടെ ആ സ്നേഹവും വിശുദ്ധ കുർബാനയുടെ കാരുണ്യവും എല്ലാം കൈമാറ്റം ചെയ്യാൻ വേണ്ടി സുരേഷ് അച്ഛന് സാധിച്ചിരുന്നു. അതിനുശേഷം സഭ അദ്ദേഹത്തെ അരുണാചലിലേക്കുള്ള പ്രേക്ഷിത ഭൂമിയിലേക്ക് അയച്ചു. ഒരു പരാതിയും കൂടാതെ ഒട്ടും സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ജീവിത രീതികളും ഇല്ലാത്ത അരുണാചലിലേക്ക് കടന്നു വരാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. ഇവിടെ വന്ന് അദ്ദേഹം 4 വർഷം ഇവിടെയുള്ള അരുണാചലിൽ ശുശ്രൂഷമായിട്ടുള്ള സേവനം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മെങ്കിയിലേക്ക് വന്നിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. അവിടെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു നിയോഗമെന്ന കണക്ക് അവിടുത്തെ ദേവാലയ നിർമ്മാണത്തിൽ അദ്ദേഹം ഒത്തിരിയധികം ആ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അതിൻ്റെ ജോലികൾ തുടങ്ങാൻ വേണ്ടിയൊക്കെ ഒത്തിരിയധികം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അതിനുവേണ്ടി ഏറ്റവും ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് ഒരു അരുളിക്ക് വാങ്ങിച്ച് വിശുദ്ധ കുർബാനയുടെ ആരാധന ആരംഭിച്ചു എന്നുള്ളതാണ്. അതാണ് ദേവാലയ നിർമ്മാണത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കാൽവെപ്പിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും ആദ്യത്തെ കാര്യം. ദൈവത്തെ കൂട്ടുപിടിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തോടൊപ്പം അവിടത്തേക്കുള്ള ആലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങി എന്നുള്ളത് വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധവുമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ആ ഒരു അരുളിക്കൊക്കെ വാങ്ങിച്ച് അത് അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന ആരാധിച്ച് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ ഒരു ടൈഫോയിഡിൻ്റെ അസുഖം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ ഒരു മെങ്കിയിലെത്തിയപ്പോഴാണെങ്കിലും മകൾക്ക് വേണ്ടിയുള്ളൊരു ദാഹം, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സുരേഷ് അച്ഛൻ. ആ സുരേഷ് അച്ഛൻ ഇവിടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച ദേവാലയത്തിൻ്റെ നിർമ്മാണം അത് ഭൗതികമായി പൂർത്തീകരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അദ്ദേഹം നല്ലൊരു ദൈവ സാന്നിധ്യമായിട്ട് മാറുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വിശുദ്ധ ഗോപുരമായിട്ട് സുരേഷ് അച്ഛൻ്റെ ജീവിതം മാറുന്നു എന്നതിൽ ദൈവത്തിന് ആരാധനയും നന്ദിയും സമർപ്പിക്കുന്നു. സെമിനാരി കാലത്ത് എന്നത്തെയും പോലെ രാപ്പകലില്ലാതെ അധ്വാനിച്ച് എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ രംഗപാഠങ്ങൾ തീർക്കും. പിന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മാറി നിന്ന് എല്ലാ പ്രോഗ്രാമുകളും വർണ്ണാഭമാക്കി എല്ലാവരുടെയും സന്തോഷം ആസ്വദിച്ചുറങ്ങാനായി കളമൊഴിയുന്ന പ്രകൃതം. ആത്മാർത്ഥ സ്നേഹത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ആൾരൂപമായ പ്രിയ സുരേഷ് അച്ഛ യഥാർത്ഥ ജീവിതത്തിൻ്റെ രംഗപടവും പൂർത്തിയാക്കി വേഗം സ്വർഗതിരശ്ശീലയുടെ പിന്നിലോട്ട് നിത്യനിദ്രയ്ക്കായി വിളിച്ച ഈശോയുടെ പിന്നാലെ കളമൊഴിഞ്ഞാലും അച്ഛൻ വരച്ചിട്ട ചിത്രങ്ങളിലൂടെ ജീവിക്കുമെന്ന് ഉറപ്പാണ്. ഈ 33 വർഷത്തെ ജീവിത വഴികളിൽ സെമിനാരികളിലെ ഭിത്തികളിൽ തൂക്കിയിട്ട പടങ്ങളെക്കാൾ അനേകരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ശാന്തമായി സൗമ്യമായി അങ്ങ് കോറിയിട്ട ഈശോയുടെ സ്നേഹസാമീപ്യം, അതിന് മരണമില്ല. പ്രശംസയോ സ്ഥാനമാനങ്ങളോ തേടാതെ ശാന്തതയെ സ്നേഹിച്ച് സൗമ്യമായി നിത്യശാന്തി പുലുകുമ്പോൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ്റെ കരുത്ത് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ.